അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പപ്പയും മോളും വന്നപ്പോൾ അഞ്ജുവിന് അസൈൻമെൻറ്റിലേക്ക് ഒട്ടിക്കേണ്ട ഹോളിഡേ അസൈൻമെൻറ്റ്സിൽ ഒട്ടിക്കേണ്ട ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയതാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വേണം, പല പല സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് അവർക്ക് ഡിഫറെൻറ്റ് ഫോട്ടോസ് എടുത്ത് ഓരോരോ ടോപ്പിക്കിൻ്റെ കണക്റ്റഡ് ഫോട്ടോ ടോപ്പിക്കിനെ പറ്റി എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് വേണ്ടത് ഒത്തിരി ഉണ്ട്, ഫിസിക്സിന് വേണ്ടതുണ്ട്, കെമിസ്ട്രിക്ക് വേണ്ടതുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഈവൻ ഇംഗ്ലീഷിനുണ്ട്. ഇംഗ്ലീഷിലൊക്കെ അവർക്ക് എസ് ഒക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ എസ് ടോപ്പിക്കിലുണ്ടായിരുന്നു അവർ കിഡ്സിൻ്റെ കൂടെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റീവ് വുഡനും ഗ്രേസും കൂടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരേ കോപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസ് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഈ ബ്ലാക്ക് ബോർഡറിൽ കൂടെ കട്ട് ചെയ്ത് നോട്ട്ബുക്കിൽ ഒട്ടിക്കണം. അവർ അസൈൻമെൻറ്റ് എഴുതുന്ന നോട്ട്ബുക്കിൽ ഒട്ടിക്കണം. ഞങ്ങളിവിടെ യു പിയിൽ നോട്ട്ബുക്കിനെ പറയുന്നത് കോപ്പി എന്നാണ്. അപ്പോൾ കോപ്പി എന്നാണ് ഇവർ സ്കൂളിലൊക്കെ കോപ്പി എന്ന് പറയാറുള്ളത്, കോപ്പിയിൽ ഒട്ടിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു പണി, ഇനി വലിയ പണിയാണത്. ഒക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കണം. കട്ട് ചെയ്തൊക്കെ കൊടുത്ത പിന്നെ അഞ്ച് ഒട്ടിച്ചോളും, ഹെൽപ്പ് ചെയ്യണം. പിന്നെ അവർ പോയി വന്നപ്പോൾ ഇന്ന് ഞാൻ നല്ല ബിസി ആയിരുന്നു. എനിക്ക് ഒത്തിരി വർക്കുണ്ടായിരുന്നു, എഡിറ്റിംഗ് വർക്കുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ, ഞങ്ങൾക്ക് സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യമൊക്കെ ഉണ്ടാക്കാനും അങ്ങനെ എനിക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി വന്നപ്പോൾ കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എന്താണ് സ്പെഷ്യൽ കറി വാങ്ങിച്ചിരിക്കുന്നത്? കടായി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി, റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ ഫുഡിൻ്റെ കറി എന്ന് പറയുന്നത് കടായി ചിക്കൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവരുടെ മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് സവോള കട്ട് ചെയ്തത് അങ്ങനെ ചെറിയൊരു പോളിത്തീൻ കവറിലിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ കറി നമുക്ക് പകർത്തണ്ടേ, ഇനി കറി ഞാൻ പ്ലേറ്റിലേക്ക് പകർത്തട്ടെ. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഞാൻ കവറിൽ നിന്ന് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഞങ്ങളുടെ ഫുഡിനുള്ള കറി ഇത് റെഡി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുക്കിങ്ങിനായിട്ട് കിച്ചണിലേക്ക് കിടക്കണ്ട, റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അത് ഞാൻ വേഗം സമയം കിട്ടിയപ്പോൾ പോയി ഉണ്ടാക്കി. പിന്നെ ഇതാട്ടോ അവർ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന സബോള കട്ട് ചെയ്ത് ചൊറുക്കയിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നേക്കണേൽ ബീട്രൂട്ട് പെട്ടിട്ടില്ല, പക്ഷേ ആ കളറൊക്കെ വന്നിട്ടുണ്ട്, റെഡ് കളറൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഐറ്റം ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ഇന്നലെ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകണം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലത്തെ കുർബാനയ്ക്ക് ഇപ്പോൾ 8 മണിക്കുള്ള കുർബാന, നല്ല ചൂടാണ്. ഞങ്ങൾക്ക് പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോ മഴ കിട്ടിയായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനൊക്കെ അല്ല മഴ പെയ്ത് പെയ്യുമ്പോൾ നല്ലൊരു സുഖമൊക്കെയാണ്, കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷെ മഴയാണ് നിന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടാണ്, ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, വേർത്ത് മുങ്ങി കുടിക്കും. നാട്ടിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ മഴ എന്നൊക്കെ കേൾക്കുമ്പോൾ കൊതിയാവണം. നാട്ടിൽ വന്ന് നിന്ന സമയത്ത് കൊതി മാറിയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇവിടെ ചൂട് കാരണം ചൂട് ഓർക്കുമ്പോൾ നാട്ടിലത്തെ മഴ തന്നെ ഇഷ്ടം തോന്നും. എന്തായാലും ഞങ്ങൾ പള്ളിയിലേക്ക് പോകണം. കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കിച്ചണിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിക്കണം. നാളെ തൊട്ട് ഞങ്ങളുടെ സ്കൂൾ തുറക്കണം. ഞങ്ങളുടെ സ്കൂൾ തുറക്കുക മീൻസ് ഞങ്ങൾക്കൊക്കെ ഓൾറെഡി 27-ാം തീയതി തൊട്ട് പോകണമായിരുന്നു. ഞങ്ങൾക്ക് സെമിനാറായിരുന്നു. അതിന് മുമ്പ് സീനിയർ ക്ലാസ് തുടങ്ങിയായിരുന്നു. ചേട്ടൻ തിങ്കളാഴ്ച തൊട്ട് പോയായിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട്. ഈ നാളെ തൊട്ട് എല്ലാവർക്കും ക്ലാസ്സാണ്. നാളെ തൊട്ട് എല്ലാം ഫുൾ സ്കൂൾ ഓപ്പൺ ആവണം. അപ്പോൾ അഞ്ജുനൊക്കെ നാളെ തൊട്ട് ബാഗൊക്കെ പൊടി തട്ടിയൊക്കെ എടുക്കാൻ ഇനി അല്ലേ അഞ്ജു? നാളെ തൊട്ട് പോകണം. അഞ്ജു ഇങ്ങനെ ഹോളിഡേയ്സ് കഴിഞ്ഞതിൻ്റെ ഒരു വിഷമമാണ്. എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല, സ്കൂൾ തുറക്കല്ലേ, ഇത്രയും നാളൊക്കെ എൻജോയ് ചെയ്തില്ലേ. അപ്പോൾ അങ്ങനെ നാളെ തൊട്ട് ഞങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് ആരംഭിക്കുകയാണ്. ഇനി എനിക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വേഗത്തിലിടാം, പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കാം. പിന്നെ ആൽവിൻ സുഖമായിട്ടിരിക്കുന്നു. ആൽവിനെ പറ്റി നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് എന്നും കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്. ആൽവിൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരിക്കുന്നു. പാർട്ട് ടൈം ജോബ് ആവാത്ത ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ആ ഒരു പ്രശ്നം മാത്രം. നമുക്ക് പാർട്ട് ടൈം ജോബ് ആവാത്തതിനോട് എന്നാവണം എപ്പോഴാവണമെന്നൊരു പിടുത്തമില്ല. പല സ്ഥലത്തും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിനി പള്ളിയിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങളിങ്ങനെ ടോൾ പ്ലാസയിൽ വന്ന് ഇങ്ങനെ കുടുങ്ങി കിടക്കണ്. ഇത്തിരി നേരമായി.
ബ്ലോക്ക് രാവിലെ തന്നെ. സൺഡേയിൽ രാവിലെ തന്നെ കാണാറില്ല. സർക്കാർ വണ്ടി കിടക്കണുണ്ടോ? ഉത്തർപ്രദേശ്, ലക്നൗ, ദില്ലി, ഗോരഖ്പൂരിൽ നിന്ന് വരുന്ന വണ്ടിയാ. ഗോരഖ്പൂര്, ദില്ലി. പോട്ടെ പോട്ടെ. ആ സൈഡിൽ നിന്നുള്ളവരൊക്കെ പോകുന്നുണ്ട്. നമ്മളിവിടെ പെട്ടു പോകുന്നേ. രണ്ട് വലിയ വണ്ടി കിടപ്പുണ്ട് മുമ്പിൽ. അതാ നമ്മൾ ബിഫോർ ടൈമാണ്, അതുകൊണ്ട് ലേറ്റ് ആവുന്നില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. നമ്മുടെ വണ്ടി ഇതാ കടന്നു പോവാണ്. ഞങ്ങളൊരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. നല്ല കാലാവസ്ഥ എന്ന് ഉദ്ദേശിച്ചത് മഴയൊന്നുമില്ല, മഴക്കാരുമില്ല. ഇപ്പം രാവിലെ നല്ല പ്ലസന്റ് കാലാവസ്ഥയാണ്. ചൂടുമില്ല, തണുപ്പുമില്ല. പക്ഷെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും, 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല നല്ല ചൂടും വെയിലും. ആ ചൂടിങ്ങനെ എന്താ പറയുക, ക്ലൈമാക്സ് ആണ്, എക്സ്ട്രീം സിറ്റുവേഷൻ ആണ് നമുക്ക് യു പിയിൽ. ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല സൂപ്പർ വെയിലായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് റോട്ടിൽ ഇതാ വെള്ളമായി. ഒരു മഴ പെയ്ത് തുറന്നു. ഞങ്ങൾക്ക് കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു മഴ കിട്ടി. അങ്ങനെ ആ മഴയൊക്കെ കഴിഞ്ഞ് മഴ തോർന്നു. പക്ഷേങ്കിൽ നല്ല മഴക്കാറുണ്ട്. ചിലപ്പോൾ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട്. പെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ചൂടൊക്കെ നന്നായി കുറഞ്ഞു കിട്ടിയായിരുന്നു. പക്ഷെ പെയ്യില്ലെന്ന് അറിയില്ല. ചിലപ്പോൾ പെയ്യാനുള്ള മഴക്കാറ് നന്നായി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ന് മാർക്കറ്റിൽ പോക്ക് ഇപ്പോൾ രാവിലെ നമുക്കൊന്നും അറിയില്ല. എന്തായാലും വീട്ടിൽ ചെന്ന് കഞ്ഞിയും കറിയൊക്കെ വെക്കണം. ഉച്ചക്കാലത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിയാതെ പോകാൻ പറ്റില്ല. രാവിലെ നമ്മൾ ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഒറ്റ വണ്ടിയില്ല കേട്ടോ. വേഗത്തിൽ പോരാൻ പറ്റി. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്രതീക്ഷിതമായ ഒരു മഴയും കിട്ടി. പക്ഷേ ഇപ്പോൾ വീണ്ടും പുറത്ത് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. മഴയിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ വീട്ടിൽ വന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ബ്രെഡൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡും അതിനോടൊപ്പം തന്നെ മുട്ട പൊരിച്ചതും. അപ്പോൾ ഓംലേറ്റ് എനിക്ക് ചേട്ടനും ഇതാ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ജുന് ബുൾസായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അഞ്ജുന് സബോളയൊക്കെ ഇട്ടുണ്ടാക്കുന്നതിനേക്കാളും സബോള പച്ചമുളകൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ബുൾസായി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്കിനി ലഞ്ച് പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അഞ്ജും കാറ്റക്കിസൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അഞ്ജുൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അഞ്ജു ഇത് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറച്ച് വർക്ക് പെൻഡിങ് ആണ്. അപ്പോൾ അതിന് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിനി ഇതാ ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് മീൻകറിയാണ് ഉച്ചക്കാലത്തേക്ക്. നമുക്ക് ആദ്യം തന്നെ ചട്ടി അടപ്പത്ത് വയ്ക്കാം. നമ്മുടെ മീൻകറി എന്ന് പറഞ്ഞാൽ മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പച്ചമാങ്ങയാണിത്. തിരീശൊക്കെ ഇതാ ഉള്ളു ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പുളിയാണ്, പുളി. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ്. നമ്മുടെ മീൻകറിയിലേക്ക് ഞാൻ എന്താ സബോള ഒരു 1.5 സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഈ പരിപാടികളൊക്കെ കട്ടിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒതുക്കി. പിന്നെ നമുക്ക് വയ്ക്കാനുള്ള മീൻ എന്ന് പറഞ്ഞാൽ അതാ ഇന്നലെ കൊണ്ടുവന്ന മീനാണ്. അപ്പോൾ ഞാനത് നല്ലപോലെ വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. രോഹു കേട്ടോ, ഞങ്ങൾക്ക് യു പി കിട്ടുന്ന രോഹു മീനാണ്. അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും പച്ചപ്പയറും കൂടെ എനിക്കൊരു തോരൻ ഉണ്ടാക്കണം, ഉപ്പേരി. അപ്പോൾ ഞാനിന്നത് നമ്മുടെ പുതിയ ഗ്രേറ്ററിലാട്ടോ കട്ട് ചെയ്തെടുത്ത് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടു. നമ്മുടെ ചിപ്സൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ, ലേസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കഴിക്കുന്ന, അതൊക്കെ നമ്മളിതാ സ്ലൈസ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആ രീതിയിൽ അത്രയും നൈസായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടോ. ഞാനിന്ന് അതിനകത്ത് കട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനുള്ള കട്ടിങ്. ചിലപ്പോൾ അതിൻ്റെ ഇപ്പോൾ നല്ല ഷാർപ്പുള്ള മൂർച്ചയുള്ളത് കൊണ്ട് ഇപ്പോൾ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. മൂർച്ചയൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടം തോന്നില്ലായിരിക്കും. ഇപ്പം എന്തായാലും ഒന്ന് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചട്ടി അവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലിട്ടോ ഉണ്ടാക്കുന്നത് മീൻകറി. നമ്മുടെ ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ സബോളയൊക്കെ ഇട്ട് കൊടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഇട്ട് കൊടുക്കണം. കറിവേപ്പിലെല്ലാം ഇടുന്നുണ്ട്. ഇത് വഴന്നു വരാൻ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. ഉപ്പേരിക്ക് ഞാൻ അടുത്ത പാൻ അടുപ്പത്ത് വെക്കണം. നമുക്ക് ടൈം സേവ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക്
അവിടെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ എന്താ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടേക്കണം, സ്ലൈസ് ചെയ്ത്. പിന്നെ ഇവിടെ പയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചപ്പയർ. അപ്പോൾ ഇതിവിടെ റെഡി. അപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ ഓയിലും ചൂടായിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പയർ തോരൻ ഉണ്ടാക്കാനായിട്ട് പയറും ഉരുളക്കിഴങ്ങും കൂടെ തോരൻ ഉണ്ടാക്കാനായിട്ട് എന്താ ഒരു ചെറിയ സബോള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സബോളയൊക്കെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തേക്കണം കേട്ടോ, എല്ലാം സ്ലൈസിങ് ആണ് ഈ ദിവസങ്ങളിൽ. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച്, കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഐറ്റംസുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഞാൻ എന്താ ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളമൊക്കെ പോയി കിട്ടാനായിട്ട് പെരുക്കി നമ്മുടെ ഉരുളക്കിഴങ്ങിലിട്ട് അങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ വെള്ളം പോയി കിട്ടും. നമ്മുടെ പയർ തോരനിലേക്കുള്ള സബോളയൊക്കെ ഇതാ നല്ലപോലെ തന്നെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അത് ഇട്ടു. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ പയറിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ഉരുളക്കിഴങ്ങ് നല്ല സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് തരണം. അപ്പോൾ വേഗത്തിൽ വെന്തുടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പയറൊരു ഹാഫ് കുക്കായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നുള്ളൂ. ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, ഉപ്പ് ഉരുളക്കിഴങ്ങിനും കൂടെ കഴുകിയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പയറൊന്ന് ഹാഫ് കുക്ക് ആവാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പുറത്ത് മഴ പെയ്തെങ്കിലും അപ്രതീക്ഷിത മഴ കിട്ടിയെങ്കിലും അടുക്കളയിൽ രക്ഷയില്ല, ചൂടുണ്ടെങ്കിൽ ചൂട്, ഭയങ്കര ചൂട്. പിന്നെ നമുക്ക് വേഗം മീൻകറി ഉണ്ടാക്കാം. നമുക്ക് മാർക്കറ്റിലും കൂടെ പോകാനുള്ളതാണ്. നാളെ തൊട്ട് സ്കൂൾ തുറക്കും. അപ്പോൾ രാവിലെ തൊട്ട് 3 പേർക്കുള്ള ടിഫിൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തേക്ക് ലഞ്ച് എല്ലാം റെഡിയാക്കണം. പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകണമെങ്കിൽ. പോയി വന്നിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാനും എന്നുള്ള നേരമില്ല. അതുകൊണ്ട് വേണ്ട ഐറ്റംസുകളെല്ലാം ഇന്ന് വാങ്ങി റെഡിയാക്കി വെക്കണം. കടല, പയർ, പരിപ്പ്, അങ്ങനെ നമ്മുടെ എന്താ പറയുക ഉണക്ക ഐറ്റംസ് വെള്ളത്തിൽ കുതിർത്തി നമ്മൾ ഉണ്ടാക്കും. തലേദിവസം രാത്രി കുതിരാനായിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഐറ്റംസ്, പച്ചക്കറികൾ, അങ്ങനെ ഈ ഒരാഴ്ചത്തേക്കുള്ളത് അടുത്ത ഞായർ വരെയുള്ള എല്ലാ ഐറ്റംസുകളും റെഡിയായി. പിന്നെ ചിലപ്പോഴൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഈവനിങ്ങിലൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ, കേട്ടറിയെ കൊണ്ട് വാങ്ങിയിരിക്കും. എന്നാലും അത് കുറവാണ്. അപ്പോൾ ആ സബോളയ്ക്ക് കൂടെ വഴന്ന് ഒരുങ്ങിയിട്ടുണ്ട്, മീൻ കറിക്കുള്ള സബോള. അപ്പോൾ നമുക്ക് ഓരോരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കൂടെ നല്ല പോലെ തന്നെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ട മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് കളറിനൊക്കെ ആയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഫിഷ് മസാല. ഇത് ഞാൻ ബോട്ടിലേക്ക് ഇട്ടിട്ടില്ല, കവറിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനങ്ങനെ അളക്കണമൊന്നുമില്ല കേട്ടോ, അളന്നൊന്നും ഇടുന്നില്ല, ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും. പൊടികളെല്ലാം ആയി. ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നമ്മളിവിടെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ 2-ാം പാലിൽ നിന്ന് ഒരു കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടി വയ്ക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാനുള്ള അത്രയും തേങ്ങാപ്പാൽ ഇപ്പം ഇല്ല. ഞാൻ ഫുൾ ഒഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചത്. ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി വെച്ചിരുന്ന മീനിൽ, എന്നാലും നമ്മൾ ഇത്രയും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ എന്തായാലും ഒരു കുറച്ച് കുറവ് വരും. പിന്നെ മാങ്ങ കഷ്ണങ്ങളിലേക്കൊക്കെ വേണ്ട ഉപ്പ് വേണം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടണം കേട്ടോ. ഫ്ലെയിം ഇത്തിരി കൂട്ടി വയ്ക്കട്ടെ. അപ്പം മാങ്ങയും മീനും കൂടെ കിടന്നൊന്ന് കുക്കാവട്ടെ. ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഞാനെടുത്ത് അടച്ചു വെക്കണം. കുറച്ച് സമയം അടച്ചിരുന്ന് കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് പയർ തോരനൊന്ന് നോക്കാം. പയർ തോരൻ എന്തായാലും ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാനെന്താ ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. സ്ലൈസ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല ട്രാൻസ്പെറൻറ്റ് പീസുകളായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന്
കുക്കാവട്ടെ. എനിക്ക് അരി കഴുകിയിടണം, ചോറ് വയ്ക്കാനുള്ള അരി കഴുകിയിടണം. അപ്പോൾ ഞാൻ വേഗത്തിൽ അരി കഴുകി കുക്കറിലെടുത്ത്. അപ്പോൾ ഞാനിതാ അരിയൊക്കെ കഴുകി കുക്കറിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ UP അരി ആയിട്ടോ കഴുകിയിട്ടേക്കണം. അപ്പോൾ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി. ഇനി നമുക്ക് നമ്മുടെ തോരനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മീൻകറി ഇതാ നല്ലപോലെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഇപ്പോൾ ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട് മീൻ. അപ്പോൾ 1/4 പാലും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ തന്നെ അപ്പോൾ മീൻ കഷ്ണങ്ങളുമൊക്കെ അധികം കൊള്ളാതെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഇത് നല്ലപോലെ ഒന്ന് തേങ്ങാപ്പാലായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി വെച്ച്. പക്ഷെ ഒരബദ്ധം പറ്റി, ഇത് തോരൻ്റെ കയ്യിലായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നത്. അത് ഞാൻ അറിയാതെ കൊണ്ടുപോയി മീനിലിട്ടു. അപ്പോൾ വേഗത്തിലൊന്ന് വാഷ് ചെയ്ത് വയ്ക്കാം. നമുക്ക് മീനിൻ്റെ ഇളക്കാനുള്ള മീൻകറി ഇളക്കാനുള്ള മരത്തിൻ്റെ കയ്യിൽ ഇവിടെ റെഡി ആയിരുന്നു. പക്ഷെ അത് വേഗത്തിൽ സ്പീഡിൽ കണ്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം വേണം. മീൻകറി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറിയിൽ ഇതാ ഫ്ലെയിം ഓഫാക്കി താഴേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഇനി താളിച്ചൊഴിക്കാൻ. പയർതോരൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പയർതോരൻ്റെ ഫ്ലെയിം ഓഫാക്കി. അതൊക്കെ നമ്മൾ പിന്നീട് ഇട്ടപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ റൈസിൻ്റെ വിസിലൊന്ന് വരണം. പിന്നെ കറി ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇനി താളിച്ചൊഴിക്കാനുള്ളതെല്ലാം ഞാനൊന്ന് വേഗത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി താളിച്ചൊഴിക്കാൻ നോക്കട്ടെ. മീൻകറിക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ എന്താ വെളിച്ചെണ്ണയിൽ തന്നെയാണ് താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നു. ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ ഒരു കൊച്ചു കഷ്ണം സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വറ്റൽമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ചേട്ടന് വേണ്ടി ഇന്ന് സ്പെഷ്യൽ പാവയ്ക്ക തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ പാവയ്ക്ക എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടല്ല ചെയ്ത് ഇത് സ്ലൈസ് ചെയ്തെടുത്ത്. അപ്പോൾ അങ്ങനെ നൈസ് പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻറ്റ് പീസുകളായിട്ട്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ സബോള, കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്ത സമയത്ത് ഒരു കട്ട് കിട്ടിയുള്ളൂ നൈഫിന്. ഇപ്പോൾ ആൻറ്റി പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാവയ്ക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ആ സബോളയൊക്കെ നല്ലപോലെ മൂട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കറിയിലേക്ക് എടുത്തൊഴിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയായിട്ടുള്ള മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് മാങ്ങയായിട്ടുള്ള മീൻകറി? ഞങ്ങളുടെ ഫേവറേറ്റ് മീൻകറിയാണ് മാങ്ങയായിട്ടുള്ള മീൻകറി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. പിന്നെ ഉപ്പേരി റെഡിയായിട്ട്, ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്തായിട്ട് ഉണ്ടാക്കേണ്ടത് പാവയ്ക്ക തോരനാണ്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. പാവയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് വേഗം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായപ്പോൾ ഞാൻ എന്താ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പാവയ്ക്ക ഉപ്പേരിയോട് വലിയ നോട്ടില്ല. പാവയ്ക്ക ഫ്രൈ ചെയ്താൽ കഴിക്കും, ഇതും കഴിക്കും. എന്നാലും ഇഷ്ടത്തിൽ എടുക്കുന്നതല്ല. അതിന് കയ്പ്പ് രസം ഞങ്ങൾക്ക്. അതുകൊണ്ട്
അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് അഞ്ജുവിന്. ചേട്ടൻ്റെ ഫേവറേറ്റുമാണ്. ഈ സമയം തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് തോരനും റെഡിയാവും. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് ഇത്തിരി കൂടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞങ്ങൾക്ക് ചോറിന് കഴിയുമ്പോൾ കഴിക്കാനുള്ള മാങ്ങ. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എന്നും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ മാങ്ങ കഴിക്കാറുണ്ട്. ഇവിടെ കിട്ടുന്ന പല സൈസ് മാങ്ങ കിട്ടും കേട്ടോ, ചെറുതും വലുതൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ അങ്ങനത്തെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ വില? 2 കിലോ 100 രൂപ, 1 കിലോ 50 രൂപ. അങ്ങനത്തെ മാങ്ങയാണ്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി മാങ്ങ, അടിപൊളി മാങ്ങ. ഇതൊന്ന് ഞാൻ കഴുകി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ മറക്കരുത്. ഞാൻ പയ്യെ എല്ലാവരുടെ കമൻസിനും റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ആരും റിപ്ലൈ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കമൻസ് ഇടാതിരിക്കരുത്. എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. റിപ്ലൈയും തരുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.